അതെ, ഇന്നൊരു ഭൂട്ടാൻ വിശേഷം ആയാലോ? നോർത്ത് ഈസ്റ്റിൽ ജോലി കിട്ടിയപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്, എങ്ങനെയെങ്കിലും ഒന്ന് ഭൂട്ടാൻ കാണണമെന്ന്. അങ്ങനെ ആ ആഗ്രഹവും സാധിച്ചു. നമ്മുടെ സ്കൂളിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് ഭൂട്ടാൻ. നമുക്ക് സ്കൂളിൽ നിന്ന് നോക്കുമ്പോൾ ഭൂട്ടാൻ്റെ മലനിരകളൊക്കെ കാണാം കേട്ടോ. പക്ഷെ നേരിട്ട് കാണാൻ പറ്റുക എന്നുള്ളത് അതൊരു വലിയ കാര്യമാണല്ലേ. അങ്ങനെ എൻ്റെ ആ ആഗ്രഹവും സാധിച്ചു. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ബൗണ്ടറിയിൽ നിന്ന് ഉള്ളിലേക്ക് കടക്കുകയാണ്. കണ്ടോ, വെൽക്കം ടു ഇന്ത്യ. അതായത് ആ ബൗണ്ടറിയുടെ പുറത്താണ് ഇന്ത്യ. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ഭൂട്ടാന്റെ ബൗണ്ടറിയിലേക്കാണ് കേട്ടോ. കുറച്ച് മുന്നോട്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭൂട്ടാന്റെ ഗേറ്റ് കാണാൻ പറ്റും. ഇതാണ് ഭൂട്ടാനിലേക്കുള്ള പ്രവേശന കവാടം. ഇവിടെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പാസ്പോർട്ട് വേണ്ട, പക്ഷെ നമ്മുടെ ID കാർഡ്, നമ്മുടെ ID പ്രൂഫ് അവർ ചോദിക്കും. അങ്ങനെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഭൂട്ടാന്റെ അകത്ത് പ്രവേശിച്ചു. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. കാര്യം നമ്മൾ ഒരാഗ്രഹം പലതവണ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോഴത്തേക്കും അത് നിറവേറ്റുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം, അതാണ് എൻ്റെ മുഖത്തിപ്പോൾ ഉള്ളത് കേട്ടോ. ഭൂട്ടാനിലേക്കുള്ള മെയിൻ എൻട്രൻസ് ഇതല്ല കേട്ടോ. ഇത് നമ്മുടെ അരുണാചൽ ബോർഡറിലുള്ള ഭൂട്ടാനിലെ ഒരു പ്രവേശന കവാടമാണ്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ? നമുക്ക് മുന്നോട്ട് പോകുന്തോറും ചെറിയ ചെറിയ കടകളൊക്കെ കാണാം കേട്ടോ. ഇതാണ് ഭൂട്ടാന്റെ ഉൾവശം. പോകുന്ന വഴിയിൽ ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ കണ്ടു കേട്ടോ. അവിടുത്തെ രാജാവിൻ്റെ ഫാമിലിയും ആയിട്ടുള്ള ഒരു ഫോട്ടോ. പിന്നെ അതിൻ്റെ മുന്നിൽ നിന്ന് 2-3 ഫോട്ടോയൊക്കെ ഞങ്ങൾ എടുത്ത് എന്നിട്ട് ഞങ്ങൾ നേരെ മുന്നോട്ട് പോവാണ് കേട്ടോ. ഞാനും 1-2 കൂട്ടുകാരും ഉണ്ട്. എന്തായാലും കിട്ടിയ അവസരം ഒന്ന് പാഴാക്കാതെ ഭൂട്ടാൻ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. അധികം ആൾക്കാരെയും കാണാനില്ല കേട്ടോ. എന്തായാലും എനിക്ക് വളരെ ആകാംക്ഷയായിരുന്നു. പിന്നെ ഇതാണ് ഇവിടുത്തെ കെട്ടിടങ്ങൾ. എനിക്ക് ആദ്യം കണ്ടപ്പോഴത്തേക്കും യോധ സിനിമയാണ് ഓർമ്മ വന്നത്. നോക്കിക്കേ, ഏകദേശം അതുപോലെ തന്നെയില്ലേ. നമ്മുടെ ബിൽഡിങ്ങിനേക്കാളും വ്യത്യസ്തമായുള്ളൊരു കൺസ്ട്രക്ഷനാണ് കേട്ടോ. പിന്നെ ആദ്യം കണ്ടെന്ന പാലത്തിൽ തന്നെ ഞാൻ ചാടിക്കേറി. കിട്ടിയ ആവേശത്തിലാണ് കേട്ടോ. അത് കണ്ട ആവശ്യത്തിലാണ് ഞാൻ ചാടിക്കേറിയത്. പക്ഷെ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആകെ ടെൻഷനായിരുന്നു. കാര്യം ഇതൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ആയിരുന്നേ. താഴെ നോക്കിക്കേ, താഴെ നമുക്കൊരു പുഴ കാണാം. പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് അത് വറ്റിട്ടുണ്ട്, വെള്ളമൊന്നുമില്ല. പക്ഷെ എന്നാലും നല്ല ആഴത്തിലാണ് കേട്ടോ. അവിടെ ഇങ്ങനെ കുറേ ഫ്ലാഗുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല രസമാണേ. ഇവിടുന്ന് താഴേക്ക് നോക്കിയപ്പോൾ എനിക്ക് പേടിയാണ് വന്നത് കേട്ടോ. പിന്നെ താഴെ നോക്കുമ്പോഴത്തേക്കും കുറേ ചെറിയ കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കുറേ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്ത്. കാര്യം നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു ചാൻസ് അല്ലല്ലോ ഇത്. അപ്പോൾ നമ്മളിത്